ഹലോ ഡി എസ് +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ പാർട്ട് 1 നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ്. സോളിഡ്സ് എന്താണ്, വളരെ എളുപ്പമാണ്. ഫ്ലൂയിഡ് ആണെങ്കിലോ ഹൈ വെയിറ്റേജുമാണ്. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെഷനിലെ വീഡിയോസ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പിന്തുണ നമുക്ക് വേണം. ഈ ഒരു അർദ്ധരാത്രിയിലും ഇരുന്ന് നിങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല രീതിയിൽ എഴുതാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഞാനങ്ങ് നിങ്ങളെ പഠിപ്പിച്ച് തരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. 3 സ്റ്റാർ 5 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറി ഒക്കെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതെല്ലാം നോട്ട് ചെയ്യുക കേട്ടോ. ഇതൊരു സ്റ്റാർ കാറ്റഗറിയിലൊന്നും നമ്മൾ പെടുത്തുന്നില്ലെങ്കിലും ഇത് 2 തവണ വന്നതാണ്. എന്തായാലും നോട്ട് ചെയ്തോളൂ. ഒരു കോയിലിൻ്റെ സ്ട്രെച്ചിങ് ഡിറ്റർമിൻ ചെയ്യുന്നത് അതിൻ്റെ ഷിയർ മോഡുലസ് ആണ്. അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നീട് അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്റ്റാർ ആണ്, പഠിച്ചു പോയിക്കോളൂ. ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണ്, മറക്കണ്ട. ബി എന്താണ്, ഈൽഡ് പോയിന്റ് ആണ്. സി എന്താണ്, പെർമനന്റ് സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ്. പിന്നെ ബി അങ്ങ് കഴിഞ്ഞാൽ എന്താണ്, പ്ലാസ്റ്റിക് ആണ്. ബിയുടെ മുന്നേ വരെ ഇലാസ്റ്റിക് ആണ്. എ വരെയാണ് അത് ഓക്സ്ലോ ഒബേ ചെയ്യുന്നത്, പ്രൊപ്പോർഷണൽ ലിമിറ്റ്. പിന്നെ ഡി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഇതിന് താങ്ങാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടാവില്ലേ നമുക്കൊക്കെ, അത് തന്നെ. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ അത് ഫ്രാക്ചർ പോയിന്റ് ആണ്, ബ്രേക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഡിയും ഈ ഫ്രാക്ചർ പോയിന്റ് മറക്കണ്ട. ഡി അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് മറക്കണ്ട. ഈ ഡി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് എന്ത് ചെയ്യും, പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിയും ഇയും തമ്മിലുള്ള ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അതെന്താണ്, ആ മെറ്റീരിയൽ കൂടുതൽ ഡക്റ്റൈലാണ്, വലിച്ചു നീട്ടാൻ പറ്റുന്നതാണ്. ഡിയും ഇയും, അതായത് ഇത് താങ്ങാൻ പറ്റുന്ന മാക്സിമം ആ ഒരു സ്ട്രെസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊട്ടുന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടിലാണ്. അപ്പം ഡിയും ഇയും തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണെങ്കിൽ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആണ്. അതൊക്കെ ചോദിക്കാം, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സ്ട്രെസ്, സ്ട്രെയിൻ, ഗ്രാഫ് സംഭവങ്ങൾ. യങ്സ് മോഡുലസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് യൂണിറ്റ്സ് 3 മാർക്കാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനകത്ത്, അപ്പോൾ നോക്കൂ നിങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ടെൻസൈൽ സ്ട്രെസ് ടു റേഷ്യോ ആണ്. ഇതൊരു റേഷ്യോ ആണ്. മുകളിലും താഴെ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക, റേഷ്യോ. അപ്പോൾ റേഷ്യോ ടെൻസൈൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ റേഷ്യോ ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ടെൻസൈൽ ഓർ കംപ്രസീവ് സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് y = സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ടെൻസൈൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പം ഫ്ലാഡൽ എന്ന് പഠിപ്പിച്ചാൽ മതി. FL ബൈ A ∆L അങ്ങനെ എഴുതി വെക്കുക. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. Nm/m² ആണ് കേട്ടോ. അപ്പോൾ യങ്സ് മോഡുലസ് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ അവിടെ നിന്നാണ് ആ Nm/m² വരുന്നത്. സ്ട്രെയിനിന് എന്തില്ല, അതിനകത്ത് യൂണിറ്റ് ഒന്നുമില്ല, മനസ്സിലായില്ല. അതുകൊണ്ട് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ഡയമെൻഷനൊക്കെ കട്ടായി പോകും. അപ്പോൾ അവിടെ Nm/m² ആണ് വരിക. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പഠിച്ചോളൂ കേട്ടോ. ഇനി ഇതിനകത്ത് അപ്പോൾ യങ്സ് എന്താണ്, Nm/m². ഇലാസ്റ്റോമേഴ്സ് ഒബേ ചെയ്യോ ഓക്സ്ലോ? ഇല്ലാന്നേ, അവർ ഒബേ ചെയ്യൂലാന്നേ. എന്താണ് ഓക്സ്ലോ എന്ന് ചോദിക്കട്ടോ, അത് എന്തായാലും പഠിച്ചു വെച്ചോളൂ. ഫോർ സ്മോൾ ഡീഫോർമേഷൻസ്, ചെറിയ ഡീഫോർമേഷനൊക്കെ വരുത്തിയാലേ സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ്, പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ മതി. ഫോർ സ്മോൾ ഡീഫോർമേഷൻ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി സ്ട്രെയിൻ. അപ്പോൾ ഇലാസ്റ്റോമേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഓക്സ്ലോ ഒബേ ചെയ്യുന്നില്ല കേട്ടോ. അവരനുസരിക്കില്ലാന്നേ, ഇലാസ്റ്റോമറുകളല്ലേ. ഇനി ഏത് ഇലാസ്റ്റിസിറ്റിയാണ് സ്ട്രെച്ചിങ് ഓഫ് വയറുമായി ബന്ധപ്പെട്ടിട്ട്, അത് യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ വയർ സ്ട്രെച്ചിങ് എന്നൊക്കെ പറഞ്ഞാൽ യങ് അല്ലേ, യങ് ആയിട്ടുള്ള വയറാണെന്ന് വെച്ചാൽ മതി. അത് തന്നെ യങ്സ് മോഡുലസ്. സ്റ്റീലാണോ ഇലാസ്റ്റിക് ആണോ, റബ്ബറാണോ ഇലാസ്റ്റിക്? അപ്പോൾ പലരും പറയൂ റബ്ബറാണ് ഇലാസ്റ്റിക്. റബ്ബറല്ല, സ്റ്റീലാണ് ഇലാസ്റ്റിക് കേട്ടോ, മറക്കണ്ട. അതെന്തുകൊണ്ടാണ്, സ്റ്റീൽ യങ് ആണെന്നേ. സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റീലാണ് ഇലാസ്റ്റിക്, സ്റ്റീലിന് യങ്സ് മോഡുലസ് കൂടുതലാണ്. കംപ്രസിബിലിറ്റി എന്താ, ബൾക്ക് മോഡുലസ് തരും നമുക്ക് ക്വസ്റ്റ്യനിൽ. അപ്പോൾ കംപ്രസിബിലിറ്റി ചോദിച്ചാൽ ആ ബൾക്ക് മോഡുലസിന് എന്ത് ചെയ്യുമ്പോൾ തിരിച്ചിട്ടാൽ മതി, 1/, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/, ബൾക്ക് മോഡുലസ് ആണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക്, ഇതൊരു 5 സ്റ്റാർ കാറ്റഗറി ആട്ടോ. ഇത് പഠിക്കാണ്ട് പോകേണ്ട ഈ ചാപ്റ്ററിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഈ ഒരു പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, പ്രപ്പോർഷണൽ ലിമിറ്റാണ് എ എന്ന് പറയുന്ന പോയിന്റ്. അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോൾ ഇതിനകത്ത് അത് പഠിച്ചു പോകും കേട്ടോ. എ എന്താണ്, പ്രപ്പോർഷണൽ ലിമിറ്റാണ്. എവിടെ പേനയൊന്നും അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഈ ഒരു അർദ്ധരാത്രിയിൽ ഇരുന്ന് നമ്മളിതിനകത്ത് പേന എന്താണ് വരാത്തതാ. അപ്പോൾ എ എന്താണ്, പ്രപ്പോർഷണൽ ലിമിറ്റ്. ബി ഈൽഡ് പോയിന്റ്. സി എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സെറ്റിന് കറസ്പോണ്ടിങ് പോയിന്റ്. ഡി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഈ ഫ്രാക്ചർ പോയിന്റ്. O' പറഞ്ഞിട്ടുണ്ട്, പെർമനൻറ്റ് സെറ്റ്, മനസ്സിലായില്ലേ. അപ്പം പിന്നീട് ഇതിനകത്ത് നമുക്ക് അടുത്തതിലോട്ട് പോകാനുള്ളത്, ഇതിനകത്ത് അതൊക്കെ പറഞ്ഞു. ഓക്സ്ലോ എന്താണ്, ചെറിയ ഡീഫോർമേഷൻസിന് സ്ട്രെസ് എന്താണ്, പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. പ്രൊവൈഡഡ് ലോഡ് ഡസ് നോട്ട് എക്സീഡ് ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി എന്നേ. അപ്പോൾ നിങ്ങൾ മിനിമം എത്രയെങ്കിലും എഴുതുക. ഫോർ സ്മോൾ ഡീഫോർമേഷൻ സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, എന്ത് ചെയ്യാൻ പാടില്ല, ലോഡ് ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറം എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല, എക്സീഡ് ചെയ്യാൻ പാടില്ല.
അപ്പോൾ ഇതിനകത്ത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ വളരെ സിമ്പിളാക്കിയിട്ട് ഇങ്ങനെയൊന്നുമല്ല നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചായക്കടയിലെ കാക്കാക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളാക്കിയിട്ട് കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കിയിട്ട് പറഞ്ഞ് കൊടുത്തുകൊണ്ടാണ് ഇവരൊക്കെ പൊട്ടി വന്നിട്ട് +2 ഫെയിലായി വന്നിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എത്തിച്ച റിസൾട്ടുകളാണ് ഇവരെ കാണിക്കുന്നത് കേട്ടോ, വലിയ ആവറേജ് സ്റ്റുഡൻസിൻ്റെ. അപ്പം നമ്മുടെ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഡ്ഡപ്പടലം പൊട്ടിയവർ വരെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്കിലോട്ട് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ +2 ഒക്കെ നന്നായി പഠിക്കണം, കാരണം അവസാനം പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തൊട്ടേ നന്നായി പഠിക്കണം, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഒത്തിരി റിസൾട്ടുകൾ, ഇത് ഒരാളുടെ റിസൾട്ട് ഒന്നുമല്ല, ഒരുപാട് പേര് ഇങ്ങനെ ഫെയിലായി വന്നവരെ നമ്മൾ മികച്ച മാർക്കിലോട്ട്, ഇവരൊക്കെ +1 ഫെയിലായി വന്നതാണ്. എന്നിട്ട് ഫിസിക്സിൽ വളരെ കുറഞ്ഞ മാർക്ക്, +2 ഫിസിക്സിൽ കണ്ട കുറഞ്ഞ സമയം കൊണ്ട് 10-12 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ അറൗണ്ട് 40-നടുത്തൊക്കെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ഫെയിലായവർ, അങ്ങനെ ഫെയിലായി വന്നവരൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. സാറേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ നമ്മൾ മികച്ച മാർക്കിലോട്ട് കുറഞ്ഞ സമയം കൊണ്ട്, ഇതൊക്കെ സേ ബാച്ചിലാണ്. സേ ബാച്ച് എന്ന് പറഞ്ഞാൽ +2ൻ്റെ റിസൾട്ട് വന്ന് പിന്നെ കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ. ആ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് ഇവരൊക്കെ പലരും നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കണ്ട് ജോയിൻ ആകാൻ തന്നെ ഒരുപാട് സമയം എടുത്ത് ലേറ്റ് ആയിട്ട് ജോയിൻ ആയവരൊക്കെയാണ് പലരും. ഇവരൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞു കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആയിരുന്നെങ്കിൽ നല്ല മാർക്ക് കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഈ പയ്യൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വളരെ ഇതിനകത്ത് ലോ സ്കോർ ആയിരുന്നു. +1 ഫിസിക്സിൽ 8, +2ൽ 5 7 28 മാർക്ക്. +1ഉം +2ഉം കൂടി സേ എക്സാം എഴുതി ഒരുമിച്ച് പാസ്സാകണമായിരുന്നു. അങ്ങനെ രണ്ടിലും കൂടി 28, അതായത് +2ൽ അത് നേടിയെടുക്കണമായിരുന്നു. 5 7 മാർക്ക് +2ലെ മാർക്ക്, +1ലെ 8, +1ലെ മാർക്കും +2ലെ മാർക്കും കൂടി +2ൽ സേക്ക് എഴുതിയിട്ട് 28ലോട്ട് എടുത്തു. കെമിസ്ട്രിയും 29ലോട്ട് വന്ന് രണ്ടും പാസ്സായി. ഇന്നിപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് മറ്റൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ SSLCയിൽ ഇതിനകത്ത് മിനിമം A+ ഉള്ള ഒരു സ്റ്റുഡൻറ്റ്, ഒരു പയ്യൻ്റെ റിസൾട്ടാണിത്. ഒരു 3-4 A+ എന്ന് പറഞ്ഞാൽ മിനിമം A+ അല്ലേ. പക്ഷേ നമ്മുടെ ബാച്ചിൽ ഇതിനകത്ത് ജോയിൻ ആയിട്ട് +1ൽ കണ്ടോ, ഫിസിക്സിലെ A+, റിവാലേഷൻ കൊടുത്ത് A+ ആയി, കെമിസ്ട്രി അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജി അറൗണ്ട് ഫുൾ മാർക്ക് ഒക്കെ നേടാൻ സാധിച്ചു. മാത്സ് ഇവർ സ്ട്രീം ആയിരുന്നില്ല, മാത്സ് സ്കൂളിൽ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവർ ചുമ്മാ സൈഡായിട്ട് ഇനി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് വിചാരിച്ച് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി പഠിച്ചതാട്ടോ. വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചിട്ട് പോലും മാത്സും അറൗണ്ട് ഫുൾ മാർക്കിലോട്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 77 36 70 70 45. അപ്പോൾ +2 ഒക്കെ നമുക്ക് അടിപൊളിയാക്കിയിട്ട് ആ ഒരു വൈബിൽ അങ്ങ് പഠിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് എന്താണ് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ എന്താണ്? ഞാൻ പറഞ്ഞു സ്റ്റീൽ എന്താണ്, യങ്ങാണ്, സ്റ്റീലിന് യങ്ങാണ്, ഗ്രേറ്റർ ദാൻ റബ്ബർ. എന്താണ് യങ്സ് മോഡുലസ് ഓഫ് എ സ്റ്റീൽ എന്താണ്? ഗ്രേറ്റർ ദാൻ റബ്ബർ ആണ് കേട്ടോ. ഇവിടെ റബ്ബർ നാട് ചെയ്യുക. ഓക്കെ, ഗ്രേറ്റർ ദാൻ റബ്ബർ. അപ്പോൾ എല്ലാം റബ്ബർ. ഓക്കെ, അപ്പോൾ റബ്ബർ. പിന്നെ ഇതിനകത്ത് ഇത് ചോദിക്കാറുണ്ട്, ബീം ഓഫ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷണൽ ഷേപ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇതിനകത്ത് ഏത് ബീമാണ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക? ബ്രിഡ്ജ് ഉണ്ടാക്കാൻ ഈ ബീമാണെന്നേ. കാരണം ഇവിടെ ഇതിനകത്ത് എന്ത് വരും, കംപ്രഷനും അതുപോലെ ഇവിടെ ടെൻഷന് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇതൊക്കെ ലോഡ് ഇതിനകത്ത് റെസിസ്റ്റ് ചെയ്തിട്ട് ബെൻഡ് ചെയ്യാണ്ട് നിൽക്കണമെങ്കിൽ ഈ ഒരു ഷേപ്പ്ഡ് ബ്രിഡ്ജ് ബീമുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിനകത്ത് ബെൻഡിങ് റെസിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു സംഭവത്തിന്. മാത്രമല്ല ഇവിടെയാണ് കൂടുതൽ സ്ട്രെസ് വരുന്നത്, ഇവിടെയാണ് ടെൻഷൻ വരുന്നത്, സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം മെറ്റീരിയൽ വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കുറേ മെറ്റീരിയൽ വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എഫിഷ്യൻസി ഒരു സംഭവമാണ് ഇതിൻ്റെ. അപ്പോൾ ടോപ്പ് ഫ്ലെയിഞ്ചിലാണ് കംപ്രഷൻ വരുന്നത്, ബോട്ടം ഫ്ലെയിഞ്ചിൽ ടെൻഷനാണ് വരുന്നത്. അപ്പോൾ അത് കാരണം അതുകൊണ്ട് ആ രണ്ട് ഏരിയയിൽ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ലോഡ് താങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താണ്, എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ ബെൻഡിങ് റെസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എഴുതി വെക്കാം. പിന്നെ ബൾക്ക് മോഡുലസ്, റെസിപ്രോക്കൽ നമ്മൾ പറഞ്ഞു, കംപ്രസിബിലിറ്റി. പിന്നെ ഇങ്ങനെ ചോദിക്കും ഏതിനാണ് യങ്സ് മോഡുലസ് കൂടുതലെന്ന്. അപ്പം നിങ്ങളിങ്ങനെ കുത്തനെ നിൽക്കുന്ന ഏതാ നോക്കുക, മനസ്സിലായില്ല? അതിനാണ് യങ്സ് മോഡുലസ് കൂടുതൽ, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് ലോ ആണ്, ഉക്സ് ലോ ആണ്, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെൻസൈൽ സ്ട്രെസ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പം അതിനെതിരെ അതിലെന്ത് ചെയ്യും, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇൻറ്റേർണൽ റെസ്റ്റോറിങ് ഫോഴ്സ്, റെസിസ്റ്റൻസ് അല്ലെ ഇൻറ്റേർണൽ റെസ്റ്റോറിങ് ഫോഴ്സ്, മനസ്സിലായില്ലേ? അപ്പോൾ അതായത് നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അതിനെതിരെ റെസ്റ്റോറിങ് ഫോഴ്സ് അതിൽ ഡെവലപ്പ് ചെയ്യും. അത് തന്നെ. അപ്പോൾ ഇൻറ്റേർണൽ റെസ്റ്റോറിങ് ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ ബോഡി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ കാര്യമായി. പിന്നെ നിങ്ങൾക്ക് പറയാം, അതിനകത്ത് നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഫോഴ്സ് അങ്ങോട്ടേക്ക് അതിനകത്ത് റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുകയാണ് എന്നുള്ളത്. when it is subjected to two equal and opposite forces that tend to increase the length. അപ്പോൾ മനസ്സിലായില്ലേ? അതാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അതിനപ്പം നമ്മൾ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും, അതിനുള്ളിൽ ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അത് എത്രയാണ് പെർ യൂണിറ്റ് ഏരിയ, എത്ര അതിൻ്റെ ആ ഫോഴ്സിനെ അതിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടെൻസൈൽ സ്ട്രെസ് കിട്ടും. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിനിൻ്റെ സംഭവം.
അപ്പോൾ ഒരു വസ്തുവിനെ നീട്ടുമ്പോൾ അത് എത്ര നീളും, ആദ്യം എത്ര നീളം ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സംഭവം, എത്ര എക്സ്ട്രാ നീണ്ടിട്ടുണ്ട്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് സ്ട്രെസ് കാണാനും, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. ഫോഴ്സ് അവിടെ തന്നിട്ടുണ്ട് 100 കിലോ ന്യൂട്ടൺ. അപ്പോൾ 100 കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ് ഇതിലോട്ട് മാറ്റി. പിന്നെ ഏരിയ അവിടെ തന്നിട്ടുണ്ട് πr² മാറ്റി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് കിട്ടും, സ്ട്രെസ് കിട്ടും. സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ഇൻറ്റു ലെങ്ത് ബൈ യങ്സ് മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ, യെസ്, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെസ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ കാണേണ്ടത്. അപ്പോൾ ഈ ഒറിജിനൽ ലെങ്ത്തിന് ഇങ്ങോട്ടേക്ക് എടുക്കുക, യങ്സ് മോഡുലസ് ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ബൈ എന്താണ്, സ്ട്രെസ്. അപ്പോൾ അതല്ലേ ഇവിടെ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ എന്നിട്ട് എന്ത് ചെയ്തു, അപ്പം അതിനകത്ത് ഈ ലെങ്ത്തിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, യങ്സ് മോഡുലസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ഇൻ ലെങ്ത് എടുക്കണം. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ഈക്വൽ ടു എന്ത് വരും, സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് എന്ന് വരും. ഇനി നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ കാണേണ്ടത്, ഈ ലെങ്ത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഗുണിച്ചാൽ മതി. അപ്പോൾ സ്ട്രെസ് ഇൻറ്റു ലെങ്ത് ബൈ യങ്സ് മോഡുലസ് ആയി. അപ്പോൾ സംഗതി സെറ്റായില്ലേ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ന്യൂമറിക്കലാണ്. ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ അതിനകത്ത് എന്ത് ചെയ്യുക, തിയറിയിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ന്യൂമറിക്കലൊക്കെ പിന്നീട് ആക്കി വെക്കുക, ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ, സ്ട്രഗിൾ ചെയ്യുന്നവർ. സബ്സ്റ്റൻസ് പെട്ടെന്ന് വലിച്ചു നീട്ടാൻ പറ്റുന്ന സബ്സ്റ്റൻസുകൾ നമ്മൾ പറഞ്ഞു, ഇലാസ്റ്റോമസ് സംഭവങ്ങൾ. പിന്നെ ഇതിനകത്ത് ട്രൂ ആണ് യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ, ഇത് തെറ്റാണ്. റബ്ബറിനല്ല യങ്സ് മോഡുലസ് കൂടുതൽ, നമ്മുടെ സ്റ്റീലിനാണ്. സ്റ്റീലാണ് യങ്. പിന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ട്രൂ ആണ്. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യങ്സ് മോഡുലസ് നമ്മൾ പറഞ്ഞു, റേഷ്യോ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് എന്ത് യങ്സ് മോഡുലസ്. പിന്നെ ഇത് നിങ്ങൾ നോക്കുക, ഏതാണ് ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഏതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കുത്തനെ നിൽക്കുന്നത്. അപ്പോൾ അതിനായിരിക്കും എന്ത് യങ്സ് മോഡുലസ് കൂടുതൽ, അതിനാണ് സ്ലോപ്പ് കൂടുതൽ. അപ്പോൾ കുത്തനെ നിൽക്കുന്നത് പി ആണോ ക്യൂ ആണോ, നിങ്ങൾ കണ്ടിട്ട് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മോർ മെറ്റീരിയൽ, സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ഇത് ബ്രേക്ക് ആവുന്നതിന് മുന്നേ മാക്സിമം താങ്ങാൻ പറ്റുന്ന ആ ഒരു സ്ട്രെസ്സൊക്കെ ഇതിന് ക്യൂവിനാണ് കൂടുതൽ. കണ്ടില്ലേ, ക്യൂ ആണ് മാക്സിമം ഹൈറ്റിലോട്ട് വന്ന് നിൽക്കുന്നത്, പൊട്ടുന്നതിന് മുന്നേ സംഭവങ്ങൾ. അപ്പോൾ ക്യൂക്കാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം അതിനകത്ത് റെസിസ്റ്റൻസ് ഉള്ളത്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഈ ഡി പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന് നമ്മൾ എന്താ പറയുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ബി കറസ്പോണ്ടിങ് എന്താണ്, ഈൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഷിയറിംഗ് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇവിടുത്തെ ഏത് സ്ട്രെയിനാണ് എന്നുള്ളതാണ്. അപ്പം ഷിയറിംഗ് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. ഇത് എത്ര ഇങ്ങോട്ടേക്ക് പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തു ബൈ അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അടുത്ത് ടാൻ തീറ്റയാണ് അതിനകത്ത് വരുന്നത്. ടാൻ തീറ്റ സ്മോൾ ആകുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് പറയാം, ഡെൽറ്റ എക്സ് ബൈ എൽ. അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആംഗിൾ കണ്ടാൽ മതി, ടാൻ തീറ്റ കണ്ടാൽ മതി, മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ എഴുതിയൊക്കെ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ആണ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദ മെറ്റീരിയൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഫ്ലൂയിഡ്സിലോട്ട് പോകുമ്പം ഇത് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് ആണ്, കഴിഞ്ഞ അത് ചോദിച്ചതാണ്. അപ്പം ഈ ഒരു വെള്ളം ഇങ്ങനെ ഓരോ ലെവലിൽ പല ട്യൂബുകളിൽ കണ്ടില്ല, പല ഷേപ്പിൽ നിൽക്കുന്നതിന്, പക്ഷേ വാട്ടർ ഒരു ലെവലിൽ വന്ന് നിൽക്കുന്നത്, ഇതിന് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിനെ കഴിഞ്ഞ ചോദിച്ചതാണ്, റിപ്പീറ്റ് വേണമെങ്കിൽ അടിക്കാം. പിന്നെ ഇതിനകത്ത് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് സിമ്മർ പോകുമ്പം എത്രത്തോളം അതിൻ്റെ പ്രഷർ വേരിയേഷൻ വരും എന്നുള്ളതാണ്. അപ്പോൾ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, പി ഈക്വൽ ടു P0 + HρG ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ താഴെ എത്ര ഹൈറ്റിലാണ്, 10 മീറ്റർ ഹൈറ്റിൽ എത്ര ഉണ്ടാകുമെന്ന് പ്രോബ്ലമാണ്, ന്യൂമറിക്കലാണ്. അപ്പം അറ്റ്മോസ്ഫിയറിലെ പ്രഷർ പ്ലസ് ഹൈറ്റ് 10 മീറ്റർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു G. അതൊക്കെ ചെയ്യുക. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്, H 10 മീറ്റർ ആണ്, G 9.8 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. പിന്നെ എക്സസ് പ്രഷർ സോപ്പ് ബബിൾ കാണാതെ പഠിച്ചോളൂ. 4T/R ആണ്. അത് ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ 2T/R ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആട്ടോ, പഠിക്കാണ്ട് പോകേണ്ട. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താണ്, പാസ്കൽസ് ലോനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ഫോഴ്സ് മൾട്ടിപ്ലയർ ആണ് അതിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഫോഴ്സ് നമ്മളൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയ ആണെങ്കിൽ നമുക്കത് വലിയ ഏരിയയിൽ എന്ത് ചെയ്യും, ഹെവി ലോഡായിട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ ചെറിയ രീതിയിലൊരു ഫോഴ്സ് കൊടുക്കുമ്പം ഇവിടെ നമുക്കത് മൾട്ടിപ്ലയർ ആയിട്ട് കിട്ടും, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് പാസ്കൽ ലോയുടെ ആപ്ലിക്കേഷനാണ് അത് സംഭവം. അപ്പോൾ അക്കോർഡിംഗ് ടു പാസ്കൽ ലോ അത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ P1 = P2, അവിടെ നിന്ന് F1/A1 = F2/A2 ചെയ്യണം. എന്നിട്ട് F2/A2 F1/A1 എന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. F2 കാണാൻ, രണ്ടാമത്തെ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് എന്താണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ എന്ത് ഫോഴ്സ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, A2/A1 എത്രത്തോളം ഏരിയ ഇവിടെ കൂടുന്നുണ്ടോ. അപ്പോൾ ഇവിടെ വലിയ ഏരിയ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ വലിയ ഏരിയ ആണെങ്കിൽ വലിയ ഫോഴ്സ് കിട്ടും. ഇവിടെ ചെറിയ ഏരിയ, ഇവിടെ വലിയ ഏരിയ ആകുമ്പം ഈ ഫോഴ്സ് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് അമർത്തിയാൽ തന്നെ ഇവിടെ ഭയങ്കര ഫോഴ്സ് കിട്ടും, മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് പാസ്കലിൻ്റെ ആ ഒരു ലോനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, രണ്ടാമത് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ അവിടെ ഏരിയ എത്ര ടൈംസ് ഉണ്ട്, അവിടുത്തെ രണ്ടാമത്തെ ഏരിയ ബൈ A1. അപ്പോൾ F2 = F1 × A2/A1 ഒക്കെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് സംഭവങ്ങൾ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സംഭവങ്ങൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സംഭവം ഔട്ട്പുട്ട് ഫോഴ്സ് ബൈ ഇൻപുട്ട് ഫോഴ്സ് എന്നാണ്. അത് അധികം ചോദിക്കാറില്ല, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതിനകത്ത് ഇപ്പം ചോദിച്ചിരിക്കുന്നത് റീസെൻറ്റ് 2025-ലാണ്, അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോളൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈ കേസിൽ എന്താണ്? നമുക്ക് എത്രത്തോളം ഇങ്ങോട്ട് ഫോഴ്സ് കിട്ടുന്നുണ്ടോ ബൈ നമുക്ക് ഇൻപുട്ട് എത്ര ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അപ്പോൾ അത് F2/F മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ A2/A1 ആ ഏരിയയിൽ വരുന്ന അതിൻ്റെ റേഷ്യോ. പിന്നെ ഇതിനകത്ത് സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയില്ല, ഒരു ഒരേപോലെ മോഷൻ ഓഫ് എ ഫ്ലൂയിഡ് ഇൻ വിച്ച് എവറി പാർട്ടിക്കിൾ ദാറ്റ് പാസസ് എ പെർട്ടിക്കുലർ പോയിന്റ്. ഒരു പോയിന്റിൽ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുകയാണ്? ഈ പോയിന്റിനെ ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ്? ഒരേ വെലോസിറ്റി, ഒരേ സ്പീഡ്. പോയിന്റ് മൂവ്സ് അലോങ് ദ സെയിം പാത്ത് വിത്ത് സെയിം വെലോസിറ്റി ആസ് ദ പാർട്ടിക്കിൾസ് ദാറ്റ് പാസ്ഡ് ദ പോയിന്റ് പ്രീവിയസ്ലി. അതായത് ഈ പോയിന്റിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യുകയാണ്? ഒരേ മോഷനിൽ ഒരേ സ്പീഡ് വെലോസിറ്റിയിലാണ് ഈ പോയിന്റ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത് പോകുന്നതെങ്കിൽ ഇതെന്ത് ഫ്ലോ ആണ്? സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അപ്പോൾ നിങ്ങളിത് പറയുക, ഒരു പോയിന്റ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോഴേ ആ പോയിന്റിലൂടെ ഈ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ മോഷൻ എന്താണ്? എല്ലാവർക്കും ആ പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ ഒരേ വെലോസിറ്റിയാണ്. അവർ ഒരേ പാത്തിൽ, മുന്നത്തെ പാർട്ടിക്കിൾ ഏത് പാത്തിലാണ് പോയത് അതേ പാത്ത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതെന്താണ്? സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അപ്പോൾ ഇതിനകത്ത് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി: ഈസ് എ മോഷൻ ഓഫ് എ ഫ്ലൂയിഡ് ഇൻ വിച്ച് എവറി പാർട്ടിക്കിൾ ദാറ്റ് പാസസ് എ particular point moves along the same path with the same velocity as the particle that passed the point previously. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നുമില്ലാന്നേ, നിങ്ങളൊരു വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോൾ ഒരു പോയിന്റ് ഇങ്ങനെ വെക്കുക, ഇവിടെ ഒരു വടി എന്തെങ്കിലുമൊക്കെ വെക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് വെള്ളം ഈ പോയിന്റ് ഇതിലൂടെ കടന്നു പോവില്ലേ? അപ്പോൾ ഈ ഫ്ലൂയിഡിലെ എല്ലാ പാർട്ടിക്കിൾസിനും ഇവിടെ എത്തുമ്പം എന്താണ്? ഒരേ സ്പീഡാണെന്ന് വിചാരിച്ചോളൂ, ഒരു 10 m/s. അപ്പോൾ എല്ലാ പോയിന്റും ഇങ്ങനെ ഈ 10 m/s ആണ് ഇവിടെ ഈ പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ. മാത്രമല്ല, മുന്നത്തെ പാർട്ടിക്കിൾ എങ്ങനെയാണോ പോയത് അതേ പാത്തിലാണ് എന്ത് ചെയ്യുന്നത്? തൊട്ട് മുന്നേ പാർട്ടിക്കിൾ എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെയാണ് ബാക്കി പിന്നീട് വരുന്ന പാർട്ടിക്കിൾസൊക്കെ ആ ഒരു പാത്താണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് ഫോർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് സ്ട്രീം ലൈൻ ഫ്ലോ ദ ടോട്ടൽ എനർജി, പ്രഷർ എനർജി പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം റിമെയിൻ കോൺസ്റ്റന്റ് അലോങ് എ സ്ട്രീം ലൈൻ ഫ്ലോ എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ബെർണോളീസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടാവും, വെറുതെ നമ്മളതിനകത്ത് പറയൂല, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ബെർണോളീസ് എവിടെയാ? സ്റ്റേറ്റ് ബെർണോളീസ് പ്രിൻസിപ്പിൾ കണ്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് ബെർണോളീസ് പ്രിൻസിപ്പിൾ. നിങ്ങൾ എന്താ പറയേണ്ടത്? ഫോർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ എന്താണ്? ദ ടോട്ടൽ എനർജി, പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം എന്താണ്? റിമെയിൻ കോൺസ്റ്റന്റ് അലോങ് എ സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പോൾ ഒന്നുകൂടി പഠിച്ചോളൂ. ഫോർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ, മനസ്സിലായില്ലേ? ഫോർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഫ്ലൂയിഡിന് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ ടോട്ടൽ എനർജി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി റിമെയിൻ കോൺസ്റ്റന്റ് അലോങ് സ്ട്രീം ലൈൻ ഫ്ലോ. ആർക്ക്? ഫോർ എ നോൺ വിസ്കസ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഓക്കെ. അപ്പോൾ വിസ്കസ് ഫോഴ്സ് എന്താണ്? വിസ്കസ് ഫോഴ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഇന്റർണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ പല ലെയേഴ്സ് ഉണ്ടാവുമല്ലോ. ഒരു ദ്രാവകം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫ്ലൂയിഡിൻ്റെ പല ലെയേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മോഷൻ ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും, ഒരു ഘർഷണം. അതിനെയാണ് അപ്പോൾ ഫ്ലൂയിഡ് ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ആക്ട്സ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ് മൂവിങ് അറ്റ് ഡിഫറെൻറ്റ് വെലോസിറ്റീസ് ഇറ്റ് ടെൻഡ് ടു ഓപ്പോസിറ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. അപ്പം ആ മോഷൻ അതിനെ പരസ്പരം എന്ത് ചെയ്യുക? ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു ലെയറും അടുത്ത ലെയറും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകുമ്പോഴേ അതിനകത്ത് ഒരു ലെയർ മറ്റേ ലെയറിന് എന്ത് ചെയ്യും? മോഷനെ എതിർക്കും. അപ്പോൾ റിലേറ്റീവ് മോഷനെ എതിർക്കുന്ന ആ ഒരു ഫോഴ്സാണ് അതിനകത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഇറ്റ് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ലെയേഴ്സ്. ആ ലെയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള മോഷൻ അതെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ചെയ്യും, ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ F = -η × A dV/dx എന്ന് പറയുക. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് റിക്വയർഡ് പെർ യൂണിറ്റ് ഏരിയ ടു മെയിൻറ്റെയിൻ എ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻ ബിറ്റ്വീൻ 2 പാരലൽ ലെയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ്. അപ്പം 2 പാരലൽ ലെയേഴ്സ് ഓഫ് അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി: യൂണിറ്റ് ഏരിയ, യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പം നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് മനസ്സിലായില്ല, അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് പറയുക? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ടാൻജൻഷ്യൽ ഫോഴ്സ്. ഇവിടെ കണ്ടോ, F = -η A × dV/dx ആണ്. ഇത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, യൂണിറ്റ് ഏരിയ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ള ടാൻജൻഷ്യൽ ഫോഴ്സ്, അതാണ് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് എ ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ്. ഇത് നമ്മുടെ ക്ലാസ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അതിനകത്ത് നിങ്ങൾ ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാനേ ഇപ്പം പറ്റത്തുള്ളൂ. എക്സാം ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക.
ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സ് റിക്വയർഡ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം ഇത് വിസ്കസ് ഫോഴ്സ് റിക്വയർഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, മനസ്സിലായില്ലേ? ടു മെയിൻറ്റെയിൻ എ യൂണിറ്റ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ബിറ്റ്വീൻ ടു പാരലൽ ലെയേഴ്സ് ഓഫ് എ ഫ്ലൂയിഡ്. അപ്പോൾ ഒരു ഫ്ലൂയിഡിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് യൂണിറ്റ് ആക്കിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് യൂണിറ്റ് ആക്കിയിട്ട് നിലനിർത്തണം. അതുപോലെ തന്നെ ഏരിയ എന്തായിരിക്കണം? യൂണിറ്റ് ആയിരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ടാൻജൻഷ്യൽ വിസ്കസ് ഫോഴ്സിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. SI യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. സർഫസ് ടെൻഷൻ എന്താണ്? നമ്മളിതിനകത്ത് ഒരു ലിക്വിഡ് ഡ്രോപ്പ് എന്താണ്? സ്ഫെരിക്കൽ ഷേപ്പാണ്. ഇതെന്താണ്? സ്ഫെരിക്കൽ ഷേപ്പാണ്. അപ്പം അതിനകത്ത് എന്തുകൊണ്ടെന്ന് ചോദിക്കും. സർഫസ് ടെൻഷനാണ്, ഒന്നും പറയണ്ട. ഒരു വെള്ളത്തുള്ളി എന്താണ് റൗണ്ട് ആവുന്നത്? അത് സർഫസ് ടെൻഷനാന്ന് പറഞ്ഞാൽ മതി. പെയിൻറ്റ് ബ്രഷ് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ മുടി നമ്മൾ നനച്ച് കഴിഞ്ഞാൽ എല്ലാം ഒട്ടിപ്പിടിക്കില്ല. അതെന്താ? സർഫസ് ടെൻഷനാന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇതിനകത്ത് വെള്ളം ഒരു ചെറിയ പൈപ്പിലൂടെ പോയിട്ട് പിന്നെ ഒരു വലിയ ഒരു പൈപ്പിലൂടെ പോയിട്ട് പിന്നെ ഒരു ചെറിയ പൈപ്പിലോട്ട് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സ്പീഡ് അങ്ങ് കൂടും. നമ്മൾ ഈ പൈപ്പൊക്കെ പൊത്തിപ്പിടിക്കുമ്പോൾ സ്പീഡ് കൂടില്ലേ? എന്തുകൊണ്ടാണ്? അതിനകത്ത് അത് ഇടുങ്ങിയതായതുകൊണ്ട്. അപ്പോൾ വലിയ ഒരു പൈപ്പിൽ നിന്ന് ചെറിയ ഒരു ഭാഗത്തേക്ക്, വലിയ വീതി കൂടിയ പൈപ്പിൽ നിന്ന് ചെറിയ ഒരു പൈപ്പിലോട്ട് വരുമ്പോൾ സ്പീഡ് കൂടും. അപ്പോൾ സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കുറയും. അത് ബെർണോളിസ് പ്രിൻസിപ്പിളാണ് കേട്ടോ. അപ്പോൾ ഡു യു അഗ്രി എന്ന ചോദ്യം. സ്പീഡ് കൂടുമ്പോൾ പ്രഷർ കുറയുന്ന പറയുന്നത്. അതായത് സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കുറയും. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ കാപ്പില്ലറി റേസ് അതിൻ്റെ എന്താണ്? അപ്പോൾ അതിനകത്ത് ഗ്ലാസ് ട്യൂബിൽ കാപ്പില്ലറി റേസ് എന്താണ്? അക്യൂട്ടാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ഇതിനകത്ത് എന്താണ്? അക്യൂട്ട്. ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് അക്യൂട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസ് വാട്ടർ കേസിലൊക്കെ എന്താണ്? അക്യൂട്ടാണ്. ദെൻ മെർക്കുറിയുടെ കേസിൽ അത് ഒബ്റ്റ്യൂസ് ആണ്. അതുപോലെ തന്നെ ഇത് കാപ്പിലറി റേസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഡെറിവേഷൻ ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് മണിക്കൂറുകൾ എടുക്കും. ഇത് റെൻഡറായി കിട്ടൂല, മനസ്സിലായില്ലേ? ഇപ്പം തന്നെ അത് സ്ലോ ആയി പോകും. ഇതിനകത്ത് നിങ്ങളിത് സപ്പോർട്ട് ചെയ്യൂ. കമ്പ്യൂട്ടറൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, ഹൈ കപ്പാസിറ്റി കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ആക്കുമ്പോൾ അത് കുറച്ചുകൂടി എന്ത് ചെയ്യും? നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും. മറ്റേത് ഇപ്പോൾ റെൻഡർ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഇത് അപ്ലോഡായി വരാനേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിയും ഞാനിങ്ങനെ ഡെറിവേഷനും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇത് ഒരു എന്താ പറയുക, ഈ ഒരു ഡിഫറൻസ് ആണ്. P0 മൈനസ് P ഇൻസൈഡ് ബൈ P ഔട്ട്സൈഡ് എന്നുള്ള രീതിയിൽ അത് 2T/R ആണ്. നമ്മൾ ആ ഒരു സോപ്പ് ബബിളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. ആ ഒരു എന്താ പറയുക, കോൺവെക്സ് സർഫസിൽ ഇൻസൈഡ് എക്സസ് പ്രഷർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇത് കൊളാപ്സ് ചെയ്യാതെ നിൽക്കുന്നത് എന്നുള്ള സംഭവങ്ങളൊക്കെ, അതിൻ്റെ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കണം. എനിവേ നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു സർഫസ് ടെൻഷൻ്റെ ഡെറിവേഷൻ ഇത്, സർഫസ് ടെൻഷനിലെ കാപ്പിലറി റേസിൻ്റെ ഡെറിവേഷൻ ഇതാണ്. നിങ്ങൾ മനസ്സിലാക്കി ഓരോ ഇതും എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ. ദെൻ പിന്നീട് ഇതിനകത്ത് ഈ ഒരു ഡെറിവേഷൻ നമ്മൾ കാപ്പിലറി റേസിലോട്ട് ഇങ്ങനെയാണ് എത്തുന്നത്. 2T cos θ/r rho g. അതിനകത്ത് ഞാൻ നോക്കട്ടെ, ഇതിനകത്ത് വീഡിയോസ്, ഇതിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ. ദെൻ വാട്ടർ റേസസ് ഇതിനകത്ത് നമ്മുടെ ഉണ്ട്. അതിനകത്ത് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ഉണ്ട്, അതിനകത്ത് അത് കട്ട് ചെയ്ത് ഇതിനകത്ത് ആക്കാൻ കുറച്ച് സമയം എടുത്തേക്കാം. എനിവേ ഞാൻ ലെറ്റ് മീ ട്രൈ. അപ്പം H = 2T cos θ/r rho g എന്നുള്ള സംഭവം അതിനകത്ത് നമ്മൾ പറഞ്ഞു. അപ്പം ഇവിടെ ഹൈറ്റ് എന്താണ്? റേഡിയസിന് ഇൻവേഴ്സ് റേഷ്യോ ആണ്. അപ്പം പല റേഡിയസ് ഉള്ള ട്യൂബിൽ എന്താണ്? പല ഹൈറ്റിലോട്ടാണ് വരിക. കാരണം ഇവിടെ കാപ്പിലറി ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസിന് ഇൻവേഴ്സ് ആയിട്ടാണ്. അപ്പം റേഡിയസ് കൂടുന്തോറും ഹൈറ്റ് എന്ത് ചെയ്യും? കുറയും. ആ സംഭവങ്ങളൊക്കെ അതിനകത്ത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ടെമ്പറേച്ചർ കൂടുന്തോറും സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും? കുറയും കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ ഇത് പാസ്കൽസിലോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ടെർമിനൽ വെലോസിറ്റിയും അതിൻ്റെ ഒരു ഡെറിവേഷനാണ് സംഭവങ്ങൾ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാനതിനകത്ത് ടൈം ഉണ്ടെങ്കിൽ അതിനകത്ത് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ഡെറിവേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെയും അതുപോലെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിനകത്ത് അതായത് അത് ആയി വരുന്ന സമയമെടുക്കും. എനിവേ ലെറ്റ് മീ ട്രൈ. ഞാൻ നോക്കാം, എനിക്കതിനകത്ത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. എന്തായാലും അതിൻ്റെ ഡെറിവേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ബെർണോളിസ് പ്രിൻസിപ്പിളൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ്. ഇതൊക്കെ വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ന്യൂമറിക്കലാട്ടോ. നമ്മുടെ ഇതിനകത്ത് പാസ്കൽസിൻ്റെ ന്യൂമറിക്കലാണ്. അപ്പോൾ അതിനകത്ത് ഞാനത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റേഡിയസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുവാൻ അതിനകത്ത് ചെയ്ത് നോക്കൂ നിങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കാപ്പിലറി റേസ് എന്താണ്? ചെറിയ സുഷിരങ്ങളുടെ വെള്ളം പൊങ്ങി വരുന്നതിനെയാണ് കാപ്പിലാരിറ്റി എന്ന് വിളിക്കുന്നത്. പിന്നെ അത് സർഫസ് ടെൻഷനാണ് ഇതിൻ്റെ പിറകിലുള്ള ഫിനോമിനൻ. പിന്നെ ബെർണോളി സംഭവങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് വാട്ടർ ഒരു ട്യൂബ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കാപ്പിലറി വെള്ളം ഇങ്ങനെ പൊങ്ങി ഒരു ട്യൂബിൽ, എന്നിട്ട് ട്യൂബ് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഓവർഫ്ലോ ചെയ്യുമോ എന്നുള്ളതാണ്. ഇല്ല, അതിൻ്റെ മെനിസ്കസ് അതിനകത്ത് എന്ത് ചെയ്യും? റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ലിക്വിഡ് ഡ്രോപ്പിൽ എക്സസ് പ്രഷർ ചോദിച്ചാൽ 2T/R ആണ്. സോപ്പ് ബബിൾ ആണെങ്കിൽ 4T/R ആണ്. പാസ്കൽസ് ലോ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളൂ. പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഹൈഡ്രോളിക് ലിഫ്റ്റ്, പിന്നെ നമ്മുടെ പാസ്കൽസ് ലോ, ബെർണോളി സ്റ്റേറ്റ്മെൻറ്റ്, ബെർണോളിസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ, ടെർമിനൽ വെലോസിറ്റി, കാപ്പിലറി റേസിൻ്റെ ഡെറിവേഷൻ, ഇതൊക്കെ മസ്റ്റാണ് പഠിച്ചു വെച്ചോളൂ കേട്ടോ.
ഡിറ്റർജൻസ് എന്താ ചെയ്യുക, സർഫസ് ടെൻഷൻ കുറയ്ക്കും, അപ്പോൾ ക്ലീനിങ്ങിന് എഫക്റ്റ് ചെയ്യും. ആ മെക്കാനിസം ഒക്കെ ചോദിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ അറ്റ്ലീസ്റ്റ് മിനിമം ഇതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിൻ്റെ മെക്കാനിസം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയതാണ്. ഓക്കെ, ഞാൻ അതിനകത്ത് ഇപ്പോൾ ഈ സമയം അതൊന്നും പഠിക്കാൻ ടൈം ഉണ്ടാവില്ല. എനിവേ ടെർമിനൽ വെലോസിറ്റി അതിൻ്റെ ഇക്വേഷന് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ടെർമിനൽ വെലോസിറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പൾ എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് റീസെൻറ്റ് വന്ന ക്വസ്റ്റ്യനാണ്. തിൻ നീഡിലാണെങ്കിൽ എന്താണ്, കുറഞ്ഞ ഏരിയയിലെ പ്രഷർ, അപ്പം ഭയങ്കരമായിട്ട് ഫോഴ്സ് അതിനകത്ത് എന്ത് ചെയ്യും, അതിനകത്തുണ്ടാവും. തിൻ നീഡിൽ എന്താണ്, ഗ്രേറ്റർ പ്രഷർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സ് എന്തായിരിക്കും അവിടെ, പ്രഷർ കൂടുതലായിരിക്കും. ചെറിയ ഏരിയയാണ്, അപ്പം ആ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ തന്നെ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതായത് നോക്കൂ, നിങ്ങൾ ചെറിയ സൂചിക്ക് എന്താണ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ കുറവാണ്. അപ്പോൾ ഈ പ്രഷർ വല്ലാണ്ട് കൂടും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമുക്ക് വേദനയൊന്നും ഇല്ലാണ്ട് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ഫോഴ്സിന് തന്നെ ഇവിടെ പ്രഷർ എന്ത് ചെയ്യും, നല്ലോണം കിട്ടും. പക്ഷേ വലിയ ഒരു നീഡിലാണെങ്കിൽ ഏരിയ ഭയങ്കര കൂടുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നമ്മൾ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ല പെയിൻ ആയിരിക്കും. അപ്പം ഇതിനകത്ത് ഇത് നിങ്ങൾക്കറിയാം. പിന്നെ എന്താ പറയുക, താഴെ പ്രഷർ വരുന്നത് എന്താണ്, ഹൈറ്റ് അനുസരിച്ചാണ്. അപ്പോൾ രണ്ട് ഇതിനും ഒരേ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ ബേസിലും എന്താണ്, പ്രഷർ സെയിം ആണ് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് റേഡിയസ് ഓഫ് കാപ്പിലറി ട്യൂബ് ഡബിൾ ആക്കിയാൽ ഹൈറ്റ് എന്ത് ചെയ്യും, അത് ഇൻവേഴ്സ് റേഷ്യോ ആണ്. അത് ഡബിൾ ആയാൽ ഇവിടെ ഹാഫ് ആകും. അപ്പോൾ അവിടെ 3 മടങ്ങാക്കിയാൽ, റേഡിയസ് 3 മടങ്ങാക്കിയാൽ ഹൈറ്റ് എന്താവും, ഹൈറ്റ് 3h/3 ആവും. അങ്ങനെ ആ ഒരു റേഷ്യോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഓരോ കേസിലും, ഇതിനകത്ത് ഈ കേസിൽ എങ്ങനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്, ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ സർഫസിന് ടാൻജൻറ്റ് വരയ്ക്കണം. ഒപ്പം ലിക്വിഡിൻ്റെ ഇൻസൈഡിലേക്കും ഒരു ഇതിനകത്ത് വരയ്ക്കണം, ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയിലുള്ള കോൺടാക്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മൾ ഇതിനകത്ത്, കാരണം ആംഗിൾ ഓഫ് കോൺടാക്ട് പറഞ്ഞ സമയത്ത് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടതെന്ന്. ആംഗിൾ ഓഫ് കോൺടാക്റ്റിന് ഞാൻ കൃത്യമായി ഇവിടെ ഡെഫിനിഷൻ എഴുതിയത് കണ്ടോ നിങ്ങൾ. അപ്പോൾ അതാണ്, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കണ്ടോ, എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ടു ദ ലിക്വിഡ് സർഫസ്. മനസ്സിലായില്ലേ? അപ്പോൾ ലിക്വിഡ് സർഫസിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ടാൻജൻറ്റ് വരയ്ക്കണം. അതുപോലെ തന്നെ സോളിഡ് സർഫസിന് വരയ്ക്കണം അറ്റ് ദ പോയിന്റ് വെർ ദ മീറ്റ്. അപ്പോൾ നമ്മൾ ആ രണ്ട് ടാൻജൻറ്റും വരയ്ക്കുമ്പം അതിനകത്ത് വരുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞു എന്താണ്, ഇവിടെ നോക്കൂ നിങ്ങൾ, ലിക്വിഡ് സർഫസ് ഇതാണ് ലിക്വിഡ്, അതിന് ടാൻജൻറ്റ് വരച്ചു. ഇനി സോളിഡ് സർഫസിനും ടാൻജൻറ്റ് വരയ്ക്കണം. അത് ലിക്വിഡിനകത്താണ് വരയ്ക്കേണ്ടത്, ഇൻസൈഡ് ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലിക്വിഡ് സർഫസിന് ടാൻജൻറ്റ് വരച്ചു, ഇനി സോളിഡിന് ടാൻജൻറ്റ് വരച്ചു, ഇൻസൈഡ് ലിക്വിഡ്. അപ്പോൾ ഇങ്ങനെയാണ് ആംഗിൾ വരിക. അപ്പോൾ അത് അക്യൂട്ട് ആംഗിളും ഇത് ഒബ്റ്റ്യൂസ് ആംഗിളുമാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ലിക്വിഡിന് ടാൻജൻറ്റ് വരച്ചു, ഇനി സോളിഡിന് ടാൻജൻറ്റ് വരയ്ക്കേണ്ടത് ഇൻസൈഡ് ലിക്വിഡാണ്, ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ആ ആംഗിൾ എന്താണ്, ഒബ്റ്റ്യൂസ് ആണ് ആയി വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വിസ്കസ് ഫോഴ്സ് ഡിപ്പെൻസ് ഓൺ എന്തൊക്കെ ഫാക്ടേഴ്സാണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ഏരിയ. അപ്പോൾ നമുക്കറിയാമല്ലോ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F=A/dV/dx ആണ്. ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഗ്രേഡിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാസ്കൽസ് ലോ, ആ സംഭവങ്ങൾ ഇതിനൊക്കെ അതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ എന്താണ് വ്യത്യാസം, ഇറഗുലർ ആയിട്ട് അൺസ്റ്റഡി ആയിട്ടുള്ളതാണ് ടർബുലൻറ്റ് ഫ്ലോ. പാത്ത് എന്ത് ചെയ്യും, ഓരോ പാർട്ടികളും പല പല പാത്തിലൂടെ ആയിരിക്കും പോവുക. മറ്റേത് ഈച്ച് പാർട്ടികൾ എന്തായിരിക്കും, മുന്നത്തെ പാർട്ടികളുടെ അതേ പാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെലോസിറ്റി ഫിക്സ്ഡ് ഒരു പോയിന്റിൽ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ വെലോസിറ്റി ആയിരിക്കും. ഇവർക്ക് അങ്ങനെ ആവില്ല, ഒരു പാർട്ടികൾ വന്ന വെലോസിറ്റി ആവില്ല അടുത്ത പാർട്ടികൾ വരുന്നത്. ടർബുലൻറ്റ് ഫ്ലോയിൽ ക്രിറ്റിക്കൽ സ്പീഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൂയിഡിന് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രീം ലൈൻ ഫ്ലോ ഒഴുകാൻ പറ്റുന്ന ഒരു മാക്സിമം സ്പീഡ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ദ മാക്സിമം സ്പീഡ് അറ്റ് വിച്ച് എ ഫ്ലൂയിഡ് ക്യാൻ ഫ്ലോ ത്രൂ എ പൈപ്പ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പം ആ ഒരു സ്പീഡ് കഴിഞ്ഞാൽ അതെന്താവും, ടെർബുലൻ്റായി മാറും. മനസ്സിലായില്ലേ? ഇഫ് ദ സ്പീഡ് ഓഫ് ഫ്ലോ എക്സീഡ്സ് ക്രിറ്റിക്കൽ സ്പീഡ്, ഫ്ലോ ബിക്കംസ് ടെർബുലൻറ്റ്. അപ്പം അതിനകത്ത് സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഒഴുകാൻ പറ്റുന്ന മാക്സിമം ആ ഒരു സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിറ്റിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിനകത്ത് സോപ്പ് സൊല്യൂഷൻ എന്താണ്, കാപ്പിലറി റൈസ് ഒക്കെ അതിനകത്ത് കുറയും. സർഫസ് ടെൻഷൻ അതിനകത്ത് എന്ത് ചെയ്യുന്നതാണ്, കുറയുന്നതുകൊണ്ടാണ് കാപ്പിലറി റൈസ്. കാരണം സർഫസ് ടെൻഷൻ ഇവിടെ കുറയും സോപ്പ് സൊല്യൂഷനിൽ. അപ്പോൾ വാട്ടറിലാണ് കാപ്പിലാരിറ്റി കൂടുക. പിന്നെ ഇനി നമുക്ക് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. വല്ലാണ്ടൊന്നും അധികമൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഡെറിവേഷൻ സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 14 മാർക്ക് അറൗണ്ട് ഒപ്പിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഡെറിവേഷൻ ഞാൻ നോക്കട്ടെ, അതിനകത്ത് വീഡിയോസ് അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാൻ മറക്കണ്ട. കമ്മ്യൂണിറ്റിയിലായിരിക്കും ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. ഈ രാത്രിയിലും ഇരുന്ന് നിങ്ങളോട് നിങ്ങൾ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും പരീക്ഷ എഴുതണം. ഇനിയും നമ്മുടെ വീഡിയോസ് വരും. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.